ബ്രദറെ, ആശ്രമം സ്ഥാപിക്കണമെന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ മാറിവാനിയോസ് പിതാവിന് മനസ്സിലുണ്ടായിരുന്നത് ഒരു കെട്ടിടമല്ലായിരുന്നു. അത് തലമുറകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവദർശനമായിരുന്നു. ബ്രദറെ, സെറാംപൂരിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ദർശനം ശരിക്കും സഫലമാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വീകരിച്ചത് സന്തോഷത്തിന്റെ വഴിയല്ല, കുരിശിന്റെ വഴിയാണ്. അതാ ഞാൻ പറഞ്ഞു വന്നു. ഈ അധ്യായത്തിലൊരു സംഭവമുണ്ട്. മുണ്ടൻമലയിൽ ഒരു സത്രത്തിന്റെ പണി തുടങ്ങി. മറ്റു പലർക്കും അതൊരു കെട്ടിടമായിരുന്നു. പക്ഷേ മാറിവാനിയോസ് പിതാവിന് അത് ദൈവം തുറന്നു കൊടുത്ത ഒരു വാതിലായിരുന്നു. എന്നാൽ ഉടൻ അവിടെ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് സെറാംപൂർ കോളേജിന്റെ സേവനത്തിലായിരുന്നു. അത് വിദ്യാർത്ഥികൾ വിട്ടുപോകാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തെ അനുവദിച്ചു. അതാണ് മാറിവാനിയോസ് പിതാവിന്റെ മഹത്വം. ദൈവവിളി ലഭിച്ച ഒരു മനുഷ്യനായിരുന്നെങ്കിലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അദ്ദേഹം ഓടിമാറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. തന്റെ വിശ്വസ്തനായ ശിഷ്യൻ മട്ടയ്ക്കൽ അലസന്ദ്രയോ ഷെമ്മാശനെ അദ്ദേഹം മുണ്ടമലയിലേക്ക് അയക്കുന്നു. ആ ഷെമ്മാശൻ പിന്നീട് നാം അറിയുന്ന ഫാദർ അലക്സിയോസ് തന്നെയായിരുന്നു. ബഥനിയുടെ ആദ്യകാല ചരിത്രത്തിൽ രക്തവും വിയർപ്പും ചേർത്ത് എഴുതപ്പെട്ട ആദ്യത്തെ നാമം. പക്ഷേ ദൈവത്തിന്റെ ദൗത്യത്തിന് മുമ്പിൽ എന്തായൊരു പരീക്ഷണം ഉണ്ടാകും. ഇത് തന്നെ മാറിവാനിയോസ് പിതാവിന്റെ ജീവിതത്തിനും സംഭവിച്ചു. അദ്ദേഹത്തെ ഗുരുതരമായ ഒരു വാതരോഗം ബാധിച്ചു. അദ്ദേഹത്തിന് ചികിത്സയ്ക്കായി കോട്ടയത്തേക്ക് മടങ്ങേണ്ടി വന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു തടസ്സമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിക്ക് അതൊന്നും തടസ്സമായിരുന്നില്ല. അത് വേറൊരു അധ്യായത്തിലേക്കുള്ള തുടക്കമായിരുന്നു. ചികിത്സയിലായിരുന്നപ്പോഴും അദ്ദേഹം തന്റെ ദൗത്യം നിർത്തിയില്ല. ഷെമ്മാശനെ വൈദികനാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. കണ്ടനാട് ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ പരേതനായ മാറിവാനിയോസ് പിതാവിന്റെ കൈകളാൽ ഷെമ്മാശനായ അലസന്ദ്രയോസിനെ വൈദികനായ അഭിഷിക്തനാക്കി. ആ അഭിഷേകം ഒരു വ്യക്തിയുടെ പുരോഹിതാഭിഷേകം മാത്രമായിരുന്നില്ല, മറിച്ച് ബഥനിയുടെ ചരിത്രത്തിലെ ആദ്യ ദൗത്യവീരനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു നിമിഷമായിരുന്നു. വൈദിക അഭിഷേകത്തിന് ശേഷം ഫാദർ അലസിയോസ് മുണ്ടമലയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് കഴിയ സമ്പത്തൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മാറിവാനിയോസ് പിതാവിന്റെ ദർശനമുണ്ടായിരുന്നു. ബ്രദറെ, ഒരു ആശ്രമം സ്ഥാപിക്കാൻ പ്രാർത്ഥന മാത്രം മതിയോ? പോരാ. ആദ്യം ഭൂമി വെട്ടിത്തെളിക്കണം, പിന്നെ കൃഷി തുടങ്ങണം, കെട്ടിടം പണിയണം. ഇതിനെല്ലാം പൈസയും വേണം. അതാണ് അടുത്ത വെല്ലുവിളി. പിതാവിന്റെ കയ്യിൽ പണമില്ല, പക്ഷേ ദൈവത്തിൽ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദൈവം ഒരാൾ ഒരുക്കിയത്. അദ്ദേഹത്തിന്റെ പേര് അമേരിക്കക്കാരനായ JH പൗൾ. ഈ ദൗത്യത്തിൽ ഞാൻ എന്തെങ്കിലും സഹായിക്കട്ടെ എന്ന് ഒരു ദിവസം പിതാവിനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു. ആ ചോദ്യത്തിന് മാറിവാനിയോസ് പിതാവ് പറഞ്ഞ മറുപടി ഇന്ന് ബഥനിയുടെ ആത്മാവാണ്. ഞങ്ങൾക്ക് ദാനമായി വേണ്ട, ആവശ്യമെങ്കിൽ കടം വാങ്ങാം. ഈ ദൗത്യം ആത്മാഭിമാനത്തോടെ നിലനിൽക്കണം. അതായിരുന്നു പിതാവിന്റെ നിലപാട്. ഈ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ദൈവപുരുഷനാണ്. അദ്ദേഹത്തെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവം ഒരാളെ ഒരുക്കുമ്പോൾ അതിനാവശ്യമായ സമയവും സാഹചര്യവും ദൈവം തന്നെ അദ്ദേഹത്തിന് കൊടുക്കും. അതാണ് മാറിവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശക്തി സമ്പത്തിലായിരുന്നില്ല, മറിച്ച് ദൈവവചനത്തിലുള്ള വിശ്വാസത്തിലായിരുന്നു. ഒരു യഥാർത്ഥ ജീവിതം സൗകര്യപ്രദമായ ഒരു സാഹചര്യത്തിൽ നല്ല ഉണ്ടാകുന്നത് ഒരു ത്യാഗവും വിശ്വാസവും നിറഞ്ഞ ഒരു ജീവിതത്തിലാണ്. അതുകൊണ്ടാണ് ബഥനിയുടെ ചരിത്രം ഒരു ആശ്രമത്തിന്റെ ചരിത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം നട്ട ദർശനം എങ്ങനെ ഒരു മഹത്തായ ദൗത്യമായി മാറി എന്നതിന്റെ ജീവിക്കുന്ന സാക്ഷ്യം.